ഈ ഒരൊറ്റ ആയത്ത് പ്രസവിച്ച കുഞ്ഞിൻ്റെ സമീപത്ത് വെച്ച് ഓതുകയാണെങ്കിൽ ആ കുഞ്ഞൊരിക്കലും വ്യഭിചാരത്തിലേക്കും ഹറാമിലേക്കും അടുക്കുകയില്ല. വിശുദ്ധ ഖുർആനിലെ വളരെ പവിത്രമേറിയ ഈ സൂറത്തിലെ ആയത്തോതിയാൽ ഇത്തരം ഹറാമിലേക്ക് അടുക്കുകയില്ല എന്ന് മഹാനരായ മുഹമ്മദ് ദമ്യാത്തി സയ്യിദുൽ ബക്കർ റഹ്മത്തുള്ളാഹി അലൈഹി ഇആനത്തു ത്വാലിബീനിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് മക്കളുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തന്നെയാണ്. മക്കളെ MDMA LSD ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾക്ക് അടിമപ്പെട്ടത്, അതുപോലെയുള്ള വലിയ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നത്, മക്കൾ പറഞ്ഞതനുസരിക്കാത്തത്, ദീനിനോട് പൂർണ്ണമായും പുറംതിരിഞ്ഞ് ഒരു താന്തോന്നിയെപ്പോലെ നടക്കുന്നത്, ഇത്തരം കാര്യങ്ങളെ കൊണ്ടാണ് പലപ്പോഴും മാതാപിതാക്കളൊക്കെ വലിയ പ്രയാസത്തിലും അകപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ചിട്ടയായ വളർത്തൽ, നമ്മുടെ ചിട്ടയായ മക്കളുടെ ദീനീബോധം കൊടുക്കൽ, അവരെ മദ്രസ വിദ്യാഭ്യാസം കൊടുക്കൽ, ഇത്തരം കാര്യങ്ങളിലൂടെയാണ് അതൊക്കെ നമുക്ക് നല്ല രൂപത്തിലേക്ക്, നല്ല സംസ്കാരത്തിലേക്ക് അവരെ തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ജനിക്കുന്നത് മുതൽ തന്നെ എല്ലാ ആത്മീയമായ കാര്യങ്ങളും ചെയ്തു കൊടുത്താൽ ഒരിക്കലും ആ മക്കൾ ധർമ്മ വഴിയിൽ നിന്നും പിന്മാറുകയില്ല. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ മക്കളുടെ സൽസ്വഭാവത്തിന് വേണ്ടിയിട്ടും സൽവഴിയിലേക്ക് വളരാൻ വേണ്ടിയിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഇസ്മിനെക്കുറിച്ചും പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത് എന്നറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ആളുകൾ പല വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞ് വിളിക്കാറും അതേപോലെ തന്നെ എഴുതി അറിയിക്കാറൊക്കെ ഉണ്ട്. പലർക്കും നമുക്ക് പറ്റുന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കാറുമുണ്ട്. എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ അൽ മുഹ്സി എന്ന് പറയുന്ന ഇസ്മ, യാ മുഹ്സി യാ അള്ളാഹ് എന്ന്, യാ എന്ന നിദാഇൻ്റെ അക്ഷരം ഉപയോഗിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് 20 പ്രാവശ്യം ചൊല്ലുക. 20 പ്രാവശ്യം അത് ചൊല്ലിയിട്ട് ഒരു പത്തിരിയിൽ അത് ഊതിയിട്ട് മക്കൾക്ക് നൽകിയാൽ അവർ ഉത്തമരും നന്മയുള്ളവരുമായി തീരുമെന്നുള്ളതാണ്. നമ്മുടെ മക്കൾ സൽവഴിയിലേക്ക് വരാൻ നമുക്ക് ഇതിപ്പോൾ യാ മുഹ്സി യാ അള്ളാഹ് എന്നുള്ളത് 20 പ്രാവശ്യം ചൊല്ലാൻ അധികം സമയം ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും, വലിയ ബറക്കത്ത് ഉണ്ടാകും. അള്ളാഹു നമുക്ക് ഖൈറാത്തുകൾ തുറന്നു തരാൻ അത് കാരണമാകും. മക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ഏതെങ്കിലും ഒരു സമയത്ത് എപ്പോഴെങ്കിലുമൊക്കെ ആയിട്ട് ഇതൊന്നും ചെയ്തു കൊടുത്താൽ വലിയ നേട്ടങ്ങളുണ്ടാകും. മാമ്പൂം കണ്ടും മക്കളെ കണ്ടും സന്തോഷിക്കരുത് എന്നാണ് പഴഞ്ചൊല്ല്. അത് മക്കളെ കണ്ട് സന്തോഷിക്കരുത് എന്ന് പറഞ്ഞാൽ എന്താ, ഈ നമ്മൾ പ്രതീക്ഷയോടുകൂടെ കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോ എന്ന് നോക്കി പ്രതീക്ഷയോടുകൂടെ വളർത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ നമുക്ക് തന്നെ എതിരാകുന്ന, നമ്മോട് തന്നെ ശത്രുത വെക്കുന്ന, നമ്മെ തിരിഞ്ഞു നോക്കാത്ത ഒരു കെട്ടകാലത്താണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി. ആ വീഡിയോയിൽ ഒരു ഓൾഡ് ഏജ് ഹോം, ഒരു വൃദ്ധസദനത്തിലെ ഒരു പിതാവ്, ആ പിതാവിനെ ആ നാട്ടിലുള്ള ഏതോ പോലീസോ മറ്റോ ഒക്കെ പറഞ്ഞിട്ടാണ് അവർ ഏറ്റെടുക്കുന്നത്. ആ പിതാവിനെ ഏറ്റെടുത്ത് അവർ സ്വന്തം ഉപ്പയെ നോക്കുന്നത് പോലെ ആ വൃദ്ധസദനത്തിലുള്ള വിവിധങ്ങളായ മതസ്ഥരായ ആളുകൾ ആ പിതാവിനെ സംരക്ഷിക്കുകയാണ്, നോക്കുകയാണ്. അവരോട് ഇഴകിച്ചേർന്ന് ജീവിക്കുമ്പോൾ മക്കളുടെ സാമീപ്യം ഉണ്ടാകുമ്പോഴുള്ള സന്തോഷമൊന്നും ആ പിതാവിന് ലഭിക്കുന്നില്ലെങ്കിലും തീർച്ചയായും ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ വിഷമത്തിൽ നിന്ന് തെല്ലൊരാശ്വാസം അത് നൽകുന്നുണ്ട് എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാലം അവിടെ ജീവിച്ചു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ആ പിതാവ് മരണപ്പെടുകയാണ്. ആ സമയത്തോ അതിൻ്റെ മുമ്പോ ഒന്നും അവരെ നോക്കാനോ മറ്റോ ആരും വരുന്നില്ല, ആരും വന്നിട്ടുമില്ല. അങ്ങനെ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് അവരുടെ മുഖമൊക്കെ കാണിച്ചിട്ടാണ് അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങനെ എന്താ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ അവരതിൽ മറുപടി കൊടുക്കുന്നതും കാണുന്നുണ്ട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് ബന്ധുക്കളെയും കുടുംബങ്ങളെയൊക്കെ അന്വേഷിച്ച് ഒന്ന് നോക്കാനും അവരെ അന്വേഷിക്കാനും വരാനൊക്കെ പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവരവരുടെ പിതാവിനെ ശരിക്കും കാണട്ടെ
എന്ന് കരുതിയിട്ട് തന്നെ ബോധപൂർവ്വം മുഖം കാണിച്ച് ബ്ലർ ചെയ്യാതെ കൊടുത്താണെന്നൊക്കെ പറയണ്ടായി. നമ്മുടെ മക്കൾ നമുക്കെതിരാകുന്ന, നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടെ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതാണല്ലേ. എത്രയോ അനുഭവങ്ങൾ ഇവിടെ ചൊവ്വാഴ്ചകളിലും മറ്റുമൊക്കെ നേരിട്ട് വരുമ്പോൾ പലരും പറയുന്നത് കേൾക്കാം, ഉസ്താദേ ഞാൻ എൻ്റെ മോൻക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ലോൺ എടുത്തത്, 40 ലക്ഷം ലോൺ എടുത്തത്, 20 ലക്ഷം ലോൺ എടുത്തത് അവൻ്റെ വിദ്യാഭ്യാസത്തിനും വേണ്ടി, അവൻ്റെ എല്ലാത്തിനും വേണ്ടിയാണ്. ഇപ്പോൾ അവന് ബാംഗ്ലൂരിൽ വേറെ ആരൊക്കെയോ കൂടെയാണ് ജീവിക്കുന്നത്. ഇപ്പോൾ UK അവൻ അവൻ്റേതായ ലൈഫിലാണ് പോകുന്നത്. അവൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ റീൽസും ഷോർട്സും അതേപോലെ തന്നെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ കാണുമ്പോൾ സങ്കടമാകുന്നു. അവൻ ഇത്രയും സമ്പത്തിലും ആർഭാടത്തിലൊക്കെ ജീവിക്കുമ്പോൾ കുറച്ചെങ്കിലും ഞങ്ങൾക്ക് നൽകിക്കൂടെ എന്ന്. എന്താണ് മക്കളൊക്കെ ഇങ്ങനെ ആകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ചിട്ടയായി ചെറുപ്പത്തിൽ തന്നെ നല്ല അച്ചടക്കത്തിൽ നമുക്ക് തിരിച്ചു ലഭിക്കേണ്ടുന്ന രൂപത്തിൽ തന്നെ അവർ വളർത്തുമ്പോൾ മാത്രമാണ് ലഭിക്കുക. പ്രത്യേകിച്ച് പുതിയ കാലത്ത് നമ്മുടെ മക്കൾ വളർന്നു വരുന്ന സാഹചര്യവും അങ്ങനെ തന്നെയാണ്. അവർക്ക് തീർച്ചയായും ഒരു പ്രത്യേക വൈബിലാണ് അവർ ജീവിക്കുന്നത്, ഒരു പ്രത്യേക താല്പര്യത്തിലാണ് അവർ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താവുന്ന നല്ലൊരു ഇസ്മാണ് അൽ മുഹ്സി എന്ന് പറയുന്ന ഇസ്മ. ഇത്തരം നമ്മൾ ഈ ചെയ്യുന്ന പുണ്യകർമ്മങ്ങളെ കൊണ്ടും ആ മക്കൾ നല്ല വഴിയിലേക്ക് എത്താൻ അത് കാരണമാകും. നമ്മുടെ ദുആ കാരണമായിട്ട് ഏറെ സന്തോഷം നൽകുന്ന ജീവിതം അവർക്ക് ലഭിക്കാൻ അത് കാരണമാകും. അങ്ങനെയാണല്ലോ ഇസ്ലാമിക പാഠം എന്നുള്ളത്. ഹലാലായ ഭക്ഷണം ഈ ചെറുപ്പം മുതലേ നമ്മൾ ഈ മക്കളിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഹലാലായ ഭക്ഷണം മാത്രം നമ്മൾ കഴിക്കുക, ഹലാലായ ഭക്ഷണം മാത്രം അവർക്ക് കൊടുക്കുക. മതപഠനം അത് നൽകൽ അനിവാര്യമാണ്. മദ്രസ ഒരു കാരണവശാലും ഒരു 10ാം ക്ലാസ് ആകുമ്പോഴേക്ക് അവർക്ക് മദ്രസ നിർത്തരുത്. അത് വലിയ അപകടത്തിലേക്ക് എത്തിക്കും. മദ്രസയിലേക്കൊക്കെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ആത്മീയമായിട്ടുള്ളൊരു അന്തരീക്ഷം അവിടെ ഉണ്ട്. ആ അന്തരീക്ഷം ഇല്ലാത്തതാണ് എപ്പോഴും പ്രശ്നം. നിങ്ങൾ നോക്കും, മദ്രസയിലെത്തിയാൽ അവർ തുടക്കത്തിലൊരു ദുആ ഉണ്ടാകും, അതൊക്കെ വലിയ ബറക്കത്താണ്. അവസാനത്തിലൊരു സ്വലാത്ത് ഉണ്ടാകും, അതും ബറക്കത്താണ് അവരുടെ ജീവിതത്തിൽ. അവരുടെ ഹൃദയത്തിൽ ഈമാനികമായൊരു വെളിച്ചം ഉണ്ടാകാൻ കാരണമാകും. ആ ഒരു വെളിച്ചം യഥാർത്ഥത്തിൽ പല അക്രമങ്ങളെയും അരാജകത്വങ്ങളെയും ഒക്കെ തൊട്ട് തടയാൻ ആ ഒരു പ്രകാശം മാത്രം മതിയാകുന്നതാണ്. അപ്പം അങ്ങനെ നമ്മുടെ മക്കളെ നല്ല രൂപത്തിൽ വളർത്തി, നല്ല ചിട്ടയിൽ വളർത്തി, അവർക്ക് നല്ല മതപഠനം കൊടുത്ത് അവരെ വളർത്തുക. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഒരു കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു പിതാവ് കൊടുക്കുന്നത് മാ നഹല വാലിദുൻ വലദഹു അഫ്ളല മിൻ അദബിൻ ഹസൻ, നല്ല അദബ് പഠിപ്പിക്കലാണ്, നല്ല മര്യാദ പഠിപ്പിക്കലാണ്, നല്ല കൾച്ചർ പഠിപ്പിക്കലാണ് ആ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്ന ഏറ്റവും മൂല്യവത്തായത് എന്നുള്ളതാണ്. സൂറത്ത് ആൽ ഇംറാനിലെ ഒരായത്തുണ്ട്. ആ ആയത്ത് നമ്മുടെ നിത്യ ദുആയിൽ കൊണ്ടുവരികയാണെങ്കിൽ, ഏതാണ് ആയത്തെന്ന് ചോദിച്ചാൽ, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്ന് പറയുന്ന ദുആ. ഈ ദുആ നമ്മുടെ ജീവിതത്തിൽ നിത്യമായി കൊണ്ടുവരികയാണെങ്കിൽ, നിസ്കാരത്തിന് ശേഷമുള്ള ദുആകളിലൊക്കെ ഇത് പതിവായി കൊണ്ടുവരികയാണെങ്കിൽ, നമ്മുടെ മക്കൾ സൽസ്വഭാവികളാകും, നമ്മുടെ ഇണകൾ സൽസ്വഭാവികളാകും, നമ്മുടെ ജീവിതത്തിലും കുടുംബജീവിതത്തിലും വലിയ ബറക്കത്ത് ലഭിക്കും. അങ്ങനെ ലഭിക്കാൻ കാരണമാകുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ആയത്താണത്. അതേപോലെ തന്നെ ഇതിൻ്റെ അർത്ഥം എന്താ? റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന, റബ്ബന ഞങ്ങളുടെ റബ്ബേ, ഹബ് ലനാ, എന്താ ഹബ് ലനാ എന്ന് പറഞ്ഞാൽ അർത്ഥം ഞങ്ങൾക്ക് നൽകണേ എന്നർത്ഥം. മിൻ അസ്വാജിന വദുർരിയാതിന, ഞങ്ങളുടെ മക്കളിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും ഞങ്ങളുടെ ഇണകളിൽ നിന്നും ഞങ്ങൾക്ക് നീ നൽകണമേ. എന്താ നൽകേണ്ടത്? കൺകുളിർമയുള്ളവർ, കൺകുളിർമയാകുന്ന രൂപത്തിൽ. ഖുർറത അഅ്യുൻ എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. അതേപോലെ തന്നെ ഞങ്ങളെ ഭയഭക്തിയുള്ളവരുടെ കൂട്ടത്തിലും മാർഗദർശികളുടെ മുത്തഖീങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്നാണ്. വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ദുആയാണ്. നമ്മുടെ ജീവിതത്തിൽ നിത്യമായി കൊണ്ടുവരിക, മക്കൾ സ്വാലിഹീങ്ങളാകും. വളരെ എളുപ്പമല്ല. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയാതിന ഖുർറത അഅ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. സൂറത്ത് യൂസുഫിലെ 2ാമത്തെ ആയത്ത്, ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലക്കും തഅഖിലൂൻ എന്ന് പറയുന്ന ആയത്ത്. പ്രസവിച്ച കുട്ടിയുടെ സമീപത്ത് വെച്ച് ഓതിയാൽ ജീവിതത്തിൽ ഒരിക്കലും ആ കുട്ടി വ്യഭിചാരത്തെ സ്പർശിക്കുകയില്ലെന്ന് മഹാനായ സയ്യിദുൽ ബക്കർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തി വെക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വളരെ പവർഫുള്ളായിട്ടുള്ള ചില ദിക്റുകളും ദുആകളൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ളത്.
അള്ളാഹു നമുക്കിതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.